ഈ ജീവിതശൈലി രോഗങ്ങൾ വരാൻ പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്, അതേപോലെ തന്നെ അത് ലീഡ് ചെയ്തിട്ടുള്ള കോംപ്ലിക്കേഷൻസും അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. ഇൻസുലിൻ എന്ന് പറയുമ്പം പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഈ ഒരു ഇൻസുലിൻ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചാലേ ഉള്ളൂ ശരീരത്തിലെ ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഡയബറ്റിസ് എന്ന കണ്ടീഷൻസ് വരുന്നതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആവുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഈ ഒരു ഡയബറ്റിസ് കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡയബറ്റിസിന് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ജുവനൈൽ ഡയബറ്റിസ് ഉണ്ട്, കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്നതാണ് ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ അഡൽട്ട് ഡയബറ്റിസ് എന്ന് പറയുന്നുണ്ട്. ജുവനൈൽ ഡയബറ്റിസിന്റെ കേസ് നോക്കുമ്പം അവിടെ ഇൻസുലിൻ ജനിച്ച പാടെ ആ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആണ്, ഒട്ടും പ്രവർത്തിക്കുന്നില്ല. നമ്മൾ എക്സ്റ്റേണലി ഇൻസുലിൻ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻസ് ആണ് ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് റിവേഴ്സിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10% മാത്രമേ ഇതൊരു റിവേഴ്സിബിൾ കണ്ടീഷൻസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാൽ അഡൽട്ട് ഡയബറ്റിസിന്റെ കേസ് നോക്കുമ്പം അവിടെ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും പല ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും എക്സസൈസ് കൊണ്ടും നമുക്ക് ഏജ് ആയി വരുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടും ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതാണ് അഡൽട്ട് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ എക്സ്റ്റേണലി ഇൻസുലിൻ സപ്ലൈ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഇതൊരു 90% നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടും നമുക്കതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ എന്ന് പറയുമ്പം രക്തത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കൺട്രോൾ ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മളൊരു ഫുഡ് കഴിച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത് വയറ് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് തരുന്നത് ഈ ഒരു ഇൻസുലിൻ ഹോർമോൺസ് ആണ്. അതേപോലെ തന്നെ ശരീരത്തിൽ നമ്മുടെ ആ ഒരു വെയിറ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസത്തിനെ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇൻസുലിൻ ശരീരത്തിൽ ചെയ്യുന്ന ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, നമ്മളൊരു ഭക്ഷണം കഴിച്ചു, അതിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഊർജ്ജം എനർജി ഉണ്ടാവും, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മുടെ കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാലുള്ള നമുക്ക് ആ ഒരു ഹോൾ ബോഡി അല്ലെങ്കിൽ നമുക്കൊരു ഊർജ്ജം അല്ലെങ്കിൽ എനർജി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസുലിൻ പല ഫാക്ടേഴ്സ് കൊണ്ടും ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കോശങ്ങളിലേക്ക് എത്താതെ വരികയും ആ ഫാക്ടേഴ്സ് കൊണ്ട് ഗ്ലൂക്കോസ് ക്രമാതീതമായിട്ട് നമ്മുടെ രക്തത്തിൽ കൂടുകയും നമുക്ക് ഡയബറ്റിസ്, ഫാറ്റി ലിവർ, PCOD കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അമിതമായിട്ടുള്ള ഈ ഒരു ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പല ഓർഗൻസിന് ചുറ്റുമായിട്ടും പല ബോഡി പാർട്സിന് ചുറ്റുമായിട്ടും ഈ കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു, പല പിന്നീടുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ലിവറിന് ചുറ്റും കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അവിടെയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നടക്കുന്നത്. രണ്ടാമതായിട്ട് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന കണ്ടീഷൻസ്. അതിനെ നമ്മൾ ഒരു ഇരട്ട പേരുണ്ട്, ഡയബറ്റിസ് ഓഫ് ഓവറി എന്നും പറയുന്നുണ്ട്. ഓവറിയിൽ സംഭവിക്കുന്ന ഒരു തരം ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമാണ് ഈ ഒരു PCOS എന്ന് പറയുന്നത്. അതിന്റെ പിന്നിലും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അമിതമാകുമ്പോൾ അതിന് ശരീരം കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് നമുക്ക് PCOS എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഡയബറ്റിസ് എന്ന കണ്ടീഷൻസും വരുന്നത്. അങ്ങനെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന്റെയും മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ശരീരത്തിൽ നടക്കുന്ന ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് ക്ഷീണം രൂപപ്പെടാവുന്നതാണ്. നമുക്കറിയാം, ഡയബറ്റിസ് രോഗികൾ മെയിൻ ആയിട്ട് പറയുന്നത് എപ്പോഴും ഒരു ഉറക്കം വരുന്ന ഒരു കണ്ടീഷനാണ്. രാവും പകലും എനിക്കൊരു ക്ഷീണമാണ് എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഡയബറ്റിസ് രോഗികൾ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടീഷൻസ് വരുമ്പം നമുക്ക് വിശപ്പിന്റെ കാഠിന്യം കുറഞ്ഞു പോകുന്നു. അതായത് അപ്പറ്റൈറ്റ് റെഡ്യൂസ്ഡ് ആവുന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. ചില കേസസിൽ നമുക്ക് വിശപ്പ് കൂടി വരുന്ന കണ്ടീഷൻസും ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ വെയിറ്റ് കൂടി വരുന്ന പ്രശ്നങ്ങൾ, ഒബേസിറ്റീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ സ്കിന്നിലുള്ള ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കണ്ടീഷൻസ് കാണാവുന്നതാണ്. സ്കിന്നിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ കറുത്ത ഒരു തിക്കൻഡ് ആയിട്ടുള്ള സ്കിൻ സർഫസ് നമുക്ക് കാണാവുന്നതാണ്. എസ്പെഷ്യലി PCOS കണ്ടീഷൻസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളുടെ കഴുത്തിൻ്റെ ഭാഗം, തുടയുടെ ഭാഗമൊക്കെ ഭയങ്കര
കട്ടിയായിട്ട് കറുത്തിരിക്കുന്നത് കാണാവുന്നതാണ്. അതൊക്കെ മെയിൻ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ലക്ഷണം എന്ന് പറയാവുന്നതാണ്. അതേപോലെ സ്കിൻ ടാക്സ് കാണാവുന്നതാണ്. സ്കിൻ ടാക്സ് എന്ന് പറയുമ്പോൾ സ്കിന്നിന്റെ സർഫസിൽ നിന്നും ഒരു 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 പാളി പോലെ ഒരു സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്, അതിനാണ് സ്കിൻ ടാക്സ് എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവർ കണ്ടീഷൻസിലുള്ള ആളുകൾക്കൊക്കെ കഴുത്തിന്റെ ഭാഗത്ത് അതേപോലെ തന്നെ പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കിൻ ടാക്സ് കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു വയറിന്റെ സ്കാനിങ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ആണോ എന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്കുള്ള മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഫേസിലൊക്കെ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് രൂപപ്പെടാവുന്നതാണ്. PCOS കണ്ടീഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫേസും അതേപോലെ തന്നെ സിസ്റ്റിക് ആയിട്ടുള്ള ആക്നെ രൂപപ്പെടാവുന്നതാണ്. അതൊരു പസ് ഫീൽഡ് ആയിട്ടുള്ള ആക്നെ ഒക്കെ ഉണ്ടെങ്കിലും അതും ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരിക. എസ്പെഷ്യലി ഈ ഡയബറ്റിസ് രോഗികളൊക്കെ പറയുന്നതാണ് രാത്രി കാലങ്ങളിൽ ഈ ഒരു അർജൻസി വരിക, അല്ലെങ്കിൽ ആ ഒരു മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതേപോലെ തന്നെ കാലുകൾക്ക് തരിപ്പ്, മരവിപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയബറ്റിസ് ആവാം, ഫാറ്റി ലിവർ ആവാം, PCOD ആവാം, അങ്ങനെ പല കണ്ടീഷൻസിന്റെയും മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെ ശരീരത്തിൽ നിയന്ത്രിക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ആദ്യം നിങ്ങളെ ഭക്ഷണ രീതികൾ നിയന്ത്രിക്കണം. ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും ഫൈബേഴ്സും ബാലൻസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ എടുക്കേണ്ടത്. പക്ഷെ ഇന്ന് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ചോറ് കൂടുതലും നല്ല ഇനം കൊഴുപ്പുകൾ എന്ന് പറയും ചീത്ത ഇനം കൊഴുപ്പുകൾ കഴിക്കുന്നു. കൂടുതൽ മസാലാസും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഡെയിലി നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ അധ്വാനിക്കുക അല്ലെങ്കിൽ ശരീരം വേർത്ത് പോകുന്നുണ്ട്. ഇന്നത്തെ ജനറേഷൻസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ലോ എനർജി അല്ലെങ്കിൽ ലോ മൂഡ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ഇല്ലാത്ത കണ്ടീഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് മെയിനായിട്ടും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാർഡിയാക് എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട്സ് ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെ നമുക്ക് ഡിസോൾവ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. ഈ ഇലക്കറികൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ദഹന വ്യവസ്ഥ ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കൊഴുപ്പിനെ എല്ലാം ഒരു ചൂല് പോലെ ആക്ട് ചെയ്തിട്ട് അതിനെല്ലാം ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെല്ലാം ശരീരത്തിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ സഹായിക്കുന്നതാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നല്ല ഇനം കൊഴുപ്പുകൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഒരു 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെയെങ്കിലും ബോഡിയിലെ വാട്ടർ ഇൻടേക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല ഇനം കൊഴുപ്പുകളും പ്രോട്ടീൻസും ഫൈബേഴ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ നമുക്ക് പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.